ഹലോ മക്കളെ, നമ്മുടെ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് ഇനി 2 ദിവസമാണ് ബാക്കിയുള്ളത്, നാളെയും മറ്റന്നാളും അല്ലേ. അപ്പോൾ നാളെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പരീക്ഷ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികളൊന്നും ഇപ്പോൾ ഈ വീഡിയോ കാണാൻ നിൽക്കണ്ട. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് നന്നായി പഠിക്കുക. ബയോളജിയിലെ കുട്ടികൾ ഇപ്പോൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഡെഫിനിഷൻസും അതുപോലെ തന്നെ ഡെറിവേഷൻസും ഒക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു പഠിച്ചതിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫ്ലൂയിഡ്സും വർക്ക് എനർജി പവറും അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ PYQ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽസ്, പിന്നെ ഷുവറായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ്, ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷൻ കാണാം. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾ വിഷമിക്കേണ്ട, നമുക്ക് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഫിസിക്സ് പഠിച്ചങ്ങ് റെഡിയാക്കാം കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ 2020 മുതൽ 2023 വരെയുള്ള ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് പ്ലാനറ്റിൻ്റെ ചുറ്റിനും റിവോൾവ് ചെയ്യുന്ന വെലോസിറ്റി, ദ വെലോസിറ്റി വിത്ത് വിച്ച് സാറ്റലൈറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ പ്ലാനറ്റ്, അതിനെയാണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഒരു h ഹൈറ്റിലാണ് റിവോൾവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ പ്ലാനറ്റ് ആണെങ്കിൽ ഇവിടെ നിന്നൊരു h ഹൈറ്റിലാണ് ഈ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ സെൻറ്റർ O ആണ്, റേഡിയസ് R ആണെങ്കിൽ ഇപ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആൻഡ് ദ സാറ്റലൈറ്റ്? ഇതാണ് സാറ്റലൈറ്റ്. എന്താണ് ഡിസ്റ്റൻസ് വരിക? R+h എന്ന് വരും അല്ലേ, h ഹൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? Gm ബൈ R+h ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ് ആൻഡ് ദ സാറ്റലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ സാറ്റലൈറ്റിനെ പ്ലാനറ്റിന് ചുറ്റിനും റിവോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കൊടുക്കുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? mv² ബൈ R ആണ് അല്ലേ. R എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് റേഡിയസ് വരുന്നത്? R+h എന്ന് വരും. ഓക്കെ, ഇവിടെ ഈ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഓർബിറ്റൽ വെലോസിറ്റി. വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ് ആണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ m എന്ന് പറയുന്ന മാസ് ഓഫ് ദ സാറ്റലൈറ്റ് ആണ്, ഇവിടെയും അതും കട്ടായി. പിന്നെ R+h ദ ഹോൾ സ്ക്വയർ ഇവിടെയും ഇവിടെ ഉള്ളതുകൊണ്ട് അതും കട്ടായി. അപ്പോൾ VO² ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? Gm ബൈ R+h എന്ന് കിട്ടും അല്ലേ. അതായത് VO ഇസ് ഈക്വൽ ടു √Gm ബൈ R+h. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ G? G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. M is the mass of the planet, R is the radius of the planet, H is the height from the surface of the planet to the satellite അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം, G is equal to Gm by R² എന്നുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. ഇതിനകത്ത് നീ Gr² ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ Gr² is equal to Gm അല്ലേ. അപ്പോൾ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഈ Gmൻ്റെ സ്ഥലത്ത് Gr² ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ എന്താണ് ഇക്വേഷൻ വരാൻ നോക്കിക്കേ? VO is equal to √Gmൻ്റെ അവിടെ Gr² കൊടുക്കുക, Gr² by R+h. Gr² by R+h എന്ന് കൊടുത്തോ? ഓക്കെ, യെസ്. ഇനി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം. അതായത് ഈ ഹൈറ്റ് വളരെ അടുത്താണെങ്കിൽ, അതായത് ഈ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത് പ്ലാനറ്റിനോട് ചേർന്ന് കിടക്കുവാണെങ്കിൽ എച്ചിനെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എച്ചിനെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ √Gr² ബൈ R എന്നല്ലേ വരിക. ഈ R കട്ടായി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ? √Gr. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ് അല്ലേ. ഓർബിറ്റൽ വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ എന്താണ്? ഇക്വേഷൻ എന്താണ്? √2Gr ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി √2Gr ആണ്. √2Gr ആണ്. ഓർബിറ്റൽ വെലോസിറ്റി √Gr ആണ്. അപ്പോൾ റിലേഷൻ എന്താ വരിക? റേഷ്യോ എന്താ വരിക? √2:1 എന്ന് വരും അല്ലേ. ഓക്കെ, അതാണ് ഫസ്റ്റ് കാര്യം. അടുത്ത രണ്ടാമത്തത്, ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് ഓഫ് മാസ് m is v0. വാട്ട് വിൽ ബി ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് അനദർ സാറ്റലൈറ്റ് ഓഫ് മാസ് 2m ഇൻ ദ സെയിം ഓർബിറ്റ്? അതേ ഓർബിറ്റിൽ തന്നെയാണ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഇത് മാറത്തില്ല. എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് സാറ്റലൈറ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതേ ഓർബിറ്റിൽ തന്നെയാണെങ്കിൽ
എന്ത് സംഭവിക്കില്ല? ഓർബിറ്റൽ വെലോസിറ്റി മാറില്ല അല്ലേ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ സാറ്റലൈറ്റ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സെയിം ഫോർ ഓൾ ഒബ്ജക്ട്സ് അറ്റ് എ ഗിവൻ പ്ലേസ്. ഡസ് എ ബോഡി ഹാവ് ദ സെയിം വെയിറ്റ് അറ്റ് ദ ഇക്വേറ്റർ ആൻഡ് അറ്റ് ദ പോൾസ്? ആണോ? ഇക്വേറ്ററിലും പോൾസിലും ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബോഡിയുടെ വെയിറ്റ് സെയിം തന്നെ ആയിരിക്കുമോ? ഇല്ല. പോൾസിലും ഇക്വേറ്ററിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോൾസിൽ മാക്സിമം ആണ്, ഇക്വേറ്ററിൽ മിനിമം ആണ്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ മാത്രമാണ് എല്ലാ സ്ഥലത്തും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആകുന്നത്. പക്ഷേ പോൾസിലും ഇക്വേറ്ററിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? W=mg ആണ്. അപ്പോൾ g മാറുന്നതിനനുസരിച്ച് വെയിറ്റും മാറും. ഓക്കെ, സോ അത് വേറെ തന്നെയായിരിക്കും. വെയിറ്റ് ഇറ്റ്സ് നോട്ട് സെയിം അറ്റ് ദ പോൾസ് ആൻഡ് ദ ഇക്വേറ്റർ. ഓക്കെ, അറ്റ് വാട്ട് ഹൈറ്റ് എബവ് എർത്ത് സർഫസ് ദ വാല്യൂ ഓഫ് g ഇസ് സെയിം ആസ് ഇൻ എ മൈൻ 80 കിലോമീറ്റർ ഡീപ്പ്. അപ്പം നമ്മൾ ഈ ന്യൂമറിക്കൽസ് ഇപ്പം ചെയ്യുന്നില്ല. ന്യൂമറിക്കൽസ് എല്ലാം നമ്മൾ ന്യൂമറിക്കൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ 80 കിലോമീറ്റർ ഡീപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്, g' = g × 1 - d/r അല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് എന്നുള്ള ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ന്യൂമറിക്കൽസിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. Next, draw a graph showing the variation of magnitude of the value of acceleration due to gravity with the distance from the center of the earth. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. എപ്പോൾ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴും സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. എർത്തിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ആണ്. അതുപോലെ പോൾസിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ഉണ്ടാവുക, ഇക്വേറ്ററിൽ മിനിമം ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പം ഈ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഡിസ്റ്റൻസ് എക്സ് ആക്സിസിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുവാണ്, വൈ ആക്സിസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെൻറ്റർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. 0 അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ എർത്തിൻ്റെ സർഫസിലേക്ക് ഇതാണിപ്പോൾ എർത്ത് എന്ന് വിചാരിക്കും. ഇതാണ് എർത്ത് എർത്തിൻ്റെ സെൻട്രൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. സെൻട്രലിൽ നിന്ന് നമ്മളിങ്ങനെ എർത്തിൻ്റെ സർഫസിലേക്ക് പോകുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എർത്തിൻ്റെ സർഫസിൽ നിന്നും പിന്നെയും പുറത്തേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഡിക്രീസ് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ g is directly proportional to r ആയതുകൊണ്ടാണ് അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നത്. ഇവിടെ എന്താ വരുന്നത്? g is inversely proportional to 1/r² ആണ്. അതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആയതുകൊണ്ടാണ് ഇവിടെ ഒരു പാരബോളയായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ, അതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത് കേട്ടോ. ഈ ഗ്രാഫ് പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എസ്കേപ്പ് സ്പീഡ് ഫോർ ആൻ ഓബ്ജെക്ട് ഫ്രം ദ എർത്ത് ഇസ് 11.2 km/s. ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് ആൻ ഓബ്ജെക്ട്. എന്താണ് എസ്കേപ്പ് സ്പീഡ്? നമ്മളിപ്പോൾ എന്തൊരു സാധനം മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴത്തേക്ക് വരും അല്ലേ? പക്ഷെ നമ്മളിപ്പോൾ എറിയുന്ന ഈ ഒബ്ജെക്റ്റ് 11.2 km/s നമുക്ക് എറിയാൻ കഴിയുമെങ്കിൽ ആ ഒബ്ജെക്റ്റ് താഴേക്ക് വരില്ല. 11.2 km/s, അതായത് ഒരു സെക്കൻഡിൽ 11 കിലോമീറ്റർ കവർ ചെയ്യാൻ ഒരു ഒബ്ജക്റ്റിന് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് അങ്ങ് ദൂരേക്ക് പോകും, തിരിച്ച് പിന്നെ താഴേക്ക് വരത്തില്ല. ആ മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ എസ്കേപ്പ് സ്പീഡ് ഇസ് റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്? എസ്കേപ്പ് സ്പീഡ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ എന്തെറിഞ്ഞാലും അതിന് ഇപ്പം റോക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ പെൻ ആയിക്കോട്ടെ, നമ്മൾ 11.2 km/s അതിനെ എറിയാൻ കഴിയുമെങ്കിൽ, അത്രയും വെലോസിറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരിക്കലും തിരിച്ച് താഴത്തേക്ക് വരില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. എന്താണ് ഇക്വേഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി? √2gr കേട്ടോ. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്? അവിടെയും എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസിങ് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും അല്ലേ? ടോട്ടൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഇസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവാണ് ടോട്ടൽ എനർജി എപ്പോഴും. The polar satellite go around the earth in north-south direction or east-west direction. പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് പോൾസിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് ആണ് പോളാർ സാറ്റലൈറ്റ്. അപ്പോൾ അതാണ് സംഭവം. ബി പാർട്ട് എന്താണ്? സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് ടൈം പീരിയഡ്സ്. 3 ലോ ആണ് കെപ്ലറിൻ്റെ ഉള്ളത്. നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഞാൻ 3 ലോയും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലോ ഇസ് ലോ ഓഫ് പീരിയഡ് എന്ന് പറയും. ലോ ഓഫ് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ഈസ് ലോ ഓഫ് ഓർബിറ്റ് ആണ്. ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ അറ്റ്
വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ. ഫോസൈ എന്താണെന്നൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സണ്ണ് ആ ഫോസൈൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും. രണ്ടാമത്തെ ലോ എന്താണ്? ലോ ഓഫ് ഏരിയ എന്ന് പറയും. ദാറ്റ് ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഏരിയ കവേർഡ് ഇൻ യൂണിറ്റ് ടൈം ഈസ് കോൺസ്റ്റൻറ്റ്. അതാണ് ലോ ഓഫ് ഏരിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. ലോ ഓഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the square of time period of a planet is directly proportional to the cube of the semi-major axis. എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ട് അല്ലേ, ഇതാണ് നമ്മുടെ എർത്ത് എന്ന് എടുക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ ഓർബിറ്റായിട്ട് എടുക്കുന്നതെങ്കിൽ പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് മേജർ ആക്സിസ്, ഇതിൻ്റെ പകുതിയാണ് എന്ത്? സെമി മേജർ ആക്സിസ്. അപ്പോൾ നമ്മൾ മേജർ ആക്സിസ് 2r എന്ന് കൊടുക്കുകയാണെങ്കിൽ സെമി മേജർ ആക്സിസ് r. അപ്പോൾ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ആയിരിക്കും. അതാണ് കെപ്ലറിൻ്റെ ലോ ഓഫ് ടൈം പീരീഡ്. ഓക്കെ, ഇവിടെ 6 വരെ എന്ന് കൊടുത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2021 ചോദിച്ചതാണ്. അതായത് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. 2021 സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ? എവറി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ഒബ്ജക്റ്റ് with a force which is directly proportional to the product of the masses and inversely proportional to the square of the distance. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഇതും കൂടെ എഴുതിയേക്കണം കേട്ടോ. എന്നിട്ട് F is equal to G m1 m2 by r². അതും കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യം. ഡിറൈവ് an expression for the acceleration due to gravity at any point above the surface of the earth. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അറ്റ് ആൾട്ടിറ്റ്യൂഡും അറ്റ് ഡെപ്തും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടത്. ആൾട്ടിറ്റ്യൂഡിലും ഡെപ്തിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു പഠിച്ചേക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്നും കൂടെ ചെയ്തു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ PYQ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഡെറിവേഷൻസ് ഒക്കെ ഒന്നിങ്ങനെ സ്കിപ്പ് അടിച്ച് പോവാണ്. നമുക്ക് മറ്റേ ടൈപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ derive an expression വീണ്ടും ചോദിച്ചിട്ടുണ്ട്. derive an expression for the escape velocity in object from the surface of the earth. അപ്പം നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുപഠിക്കുക കേട്ടോ. എസ്കേപ്പ് വെലോസിറ്റി √2gr കിട്ടുന്ന ഇക്വേഷൻ, √2gr, ഇത് √2 സ്മോൾ g ആണ്, സ്മോൾ g r എന്നുള്ള ഇക്വേഷൻ കിട്ടുന്ന ഇക്വേഷൻ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 8ാമത്തത് റൈറ്റ് ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇതുണ്ട്, ഇതൊക്കെ ബോർഡിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ F is equal to G m1 m2 by r² ആണല്ലോ നമ്മുടെ ഇക്വേഷൻ അല്ലേ. അതിനകത്ത് നിന്ന് ക്യാപിറ്റൽ ജിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ച് ക്യാപിറ്റൽ G is equal to FR² by m1 into m2. ഇനിയിപ്പോൾ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. എഫിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എഫിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് mL(T⁻²) ആണ്. ഇൻറ്റു r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ L² ആണ്, ഡിവൈഡഡ് ബൈ m1 into m2 എന്ന് പറയുമ്പോൾ m² ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു എമ്മും ഇവിടുത്തെ ഒരു എമ്മും കട്ടാക്കാം. ഈ എല്ലും അല്ലേ. ഇനി എമ്മിനെ മേലേക്ക് കൊണ്ടുപോകും, m⁻⁻1. L into L² എന്ന് പറയുമ്പോൾ L³ T⁻² അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ അതിനകത്ത് നിന്ന് എളുപ്പത്തിൽ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡയമെൻഷണൽ ഫോർമുല മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി യൂണിറ്റ് എന്താണ്? ഇതിനകത്ത് തന്നെ നമുക്ക് യൂണിറ്റ് എഴുതാം. എന്താണ്? FR² by m1 m2 അല്ലേ. എഫ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ. ഇതെന്താണ്? m²/kg² അല്ലേ. m1 m2 m1 അല്ല ന്യൂട്ടൺ m²/kg². m1 into m2 എന്ന് പറയുമ്പോൾ kg². ഓക്കെ, derive the expression for acceleration due to gravity at a depth below the surface of the earth. കണ്ടോ, അപ്പം അറ്റ് ഹൈറ്റും അറ്റ് ഡെപ്തും എന്തായാലും പഠിക്കണേ. കാരണം അതിപ്പോൾ കുറച്ചായി ചോദിച്ചിട്ട്, അതുകൊണ്ട് എന്തായാലും അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി പഠിച്ചിരിക്കുക. ഓക്കെ, ഡെറിവേഷൻ നന്നായി പഠിക്കുക. ഭയങ്കര ഈസിയാണ് എൻ്റെ ഡെറിവേഷൻ ഒക്കെ കേട്ടോ. നെക്സ്റ്റ് 2022 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദ, ഒരു സംശയം വേണ്ട, പോൾസിലാണ് മാക്സിമം. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് G is reduced to G/2. G/2 ആവുന്ന എവിടെയാണ്? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ വീണ്ടും പറയാം, എന്നാലും പറഞ്ഞു തരുവാണ്. നമുക്ക് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം G' is equal to G into 1 - 2h/r എന്നുള്ള ഇക്വേഷനാണ് നമുക്കറിയാം അല്ലേ.
പക്ഷേ ഈ ഇക്വേഷൻ പ്രോബ്ലംസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാവോ? ഈ ഹൈറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം വെൻ കമ്പയർ ടു ദ റേഡിയസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് എവിടെ വരെയാണ് ഈ ബോഡി നിൽക്കുന്നത് അല്ലേ? അറ്റ് ഹൈറ്റ് കൊണ്ടുപോകുമ്പോഴാണല്ലോ ഈ ഇക്വേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഹൈറ്റ് വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, റേഡിയസ് ഓഫ് ദ എർത്ത് നമുക്ക് എത്രയാണെന്ന് അറിയാം, 6400 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു 32 കിലോമീറ്റേഴ്സ് എന്നൊക്കെ തരുവാണ്, അല്ലെങ്കിൽ 60 കിലോമീറ്റേഴ്സ് എന്നൊക്കെ തരുവാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കമ്പയർ ടു ദ റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈറ്റ് 3600 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പം റേഡിയസ് ഓഫ് ദ എർത്തുമായിട്ട് ഭയങ്കര അടുത്തല്ലെങ്കിലും അല്ലേ, ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് അടുത്താണല്ലോ. അപ്പോൾ അടുത്തെന്ന് പറയുമ്പം അടുത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വാല്യൂ ആയിട്ട് അടുത്തെന്നാണ്. സർഫസിൽ നിന്ന് ഒത്തിരി ദൂരത്താണ് 3600 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കേണ്ടതെന്ന് അറിയാവോ? G' = G × R² / R+H² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G/2 ആവണമെങ്കിൽ എത്ര ഹൈറ്റിലായിരിക്കണം? അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇക്വേഷൻ കണ്ടോ, നമ്മൾ മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ന്യൂമറിക്കൽസ് ചോദിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. G' അല്ലേ = ഒറ്റ ഹൈറ്റ് ആണ്, G × R² / R+H². RE എന്നൊന്നും എഴുതണ്ട, റേഡിയസ് ഓഫ് ദ എർത്ത് ആയതുകൊണ്ടാണ് RE, അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഹൈറ്റ് അറ്റ് വിച്ച് G is reduced to G/2. അപ്പോൾ ഈ G' എന്ന് പറയുന്നത് G/2 ആവുക എന്ന് പറയുക. G/2 = G × R² / R+H². ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ജിയും കട്ടായി അല്ലേ? കട്ടായി കഴിയുമ്പോൾ ഞാൻ അപ്പുറത്തേക്ക് എഴുതുവാണേ, നമുക്ക് ബോർഡിലേക്ക് എഴുതി ചെയ്യാം. അപ്പോൾ G/2 = G × R² / R+H² അല്ലേ? ഓക്കെ, അപ്പോൾ ജിയും കട്ടായി. 1/2 = R² / R+H². നമുക്ക് H അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു വശത്ത് സ്ക്വയർ ടേം വരികയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്താൽ മതി, രണ്ട് വശത്ത് അങ്ങ് സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 1/√2 = സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ സ്ക്വയർ അങ്ങ് പോയി അല്ലേ, R/R+H എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്താ വരിക, R+H അല്ലേ? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. R+H = √2 × R. നമുക്ക് H ആണ് വേണ്ടത്. അപ്പോൾ H = √2R. R അപ്പുറത്തേക്ക് പോകുമ്പോൾ -R ആവും അല്ലേ, =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -R ആവും. അപ്പോൾ √2 - 1 × R എന്ന് കിട്ടും. √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414 ആണ്. 1.414 - 1 ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാലും മതി, × R. 1.414 - 1 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 0.414 അല്ലേ? 0.414 × റേഡിയസ് എന്ന് പറയുന്നത് 6400 കിലോമീറ്റേഴ്സ് ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇതാണ് കിട്ടുക, 2649 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ക്ലിയർ ആയോ? അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ Hൻ്റെ വാല്യൂ R-നോട് ചേർന്ന് നിൽക്കുന്ന വാല്യൂ ആണെങ്കിൽ ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് 2649 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 6400 അല്ലേ, ഓൾമോസ്റ്റ് അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഹൈറ്റ് 32 കിലോമീറ്റേഴ്സും തരുവാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ വാല്യൂ ആണെങ്കിലോ 1 - 2h/r എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സംശയമൊന്നും ഇല്ലല്ലോ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും ഒക്കെ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ്സിൻ്റെ വാട്സപ്പിൽ ചോദിക്കുക, അയച്ചു തരാം. ഓക്കെ, അടുത്തത് വീണ്ടും ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ് ദ റിലേഷൻഷിപ്പ് കണക്റ്റിംഗ് ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് സ്പീഡ്. ഉണ്ടോ, മിസ് പറഞ്ഞില്ലേ? എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത് √2 × VO. കാരണം VO എന്ന് പറഞ്ഞാൽ √GR ആണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2 × GR ആണ്. അപ്പോൾ √2 × √GR ചെയ്യുമ്പോഴാണ് എസ്കേപ്പ് വെലോസിറ്റി കിട്ടുക അല്ലേ? അതാണ് സംഭവം. ഓക്കെ, 2022 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വാല്യൂ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഫ്രം ദ സർഫസ് ഓഫ് മൂൺ. മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 2.37 km/s ആണ്. ആ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഇത് വെച്ച് ചെയ്താൽ മതി. V is equal to √2GR അല്ലേ ഇക്വേഷൻ. പക്ഷേ √2 × G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് /6 ആണ്.
ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ഈ റേഡിയസ് എന്ന് പറയുന്ന R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ മൂണാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2.37 km/s എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. വാല്യൂ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഓക്കെ, വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത്. കണ്ടോ, വീണ്ടും ചോദിച്ചിരിക്കുക. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്? എർത്തിൻ്റെ സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത്, അസ്യൂമിങ് സാറ്റലൈറ്റ് ഓർബിറ്റ്സ് അറൗണ്ട് എ പ്ലാനറ്റ് ടു ബി സർക്കുലർ, ഒബ്റ്റെയിൻ എക്സ്പ്രഷൻസ് ഫോർ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് അറൗണ്ട് എർത്ത്. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ അത് തന്നെയാണ് ടൈം പീരീഡ് ചെയ്യുന്നതും. എന്താണ് ഇക്വേഷൻ? ടൈം പീരീഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റിയാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്തായിരിക്കും? ഒരു ഫുള്ള് റൗണ്ട് അടിക്കണമെങ്കിൽ 2πr ആണ്. പക്ഷേ ഇവിടെ R എന്ന് പറയുന്നത് എന്താണ് വരിക? H അല്ലേ ഹൈറ്റ് വരുന്നത്. അപ്പോൾ റേഡിയസ് R ആണ്. അപ്പം ടോട്ടൽ റേഡിയസ് എന്താ വരിക? R+h. അതുകൊണ്ടാണ് 2π×RE+h/VO. VOയുടെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ എഴുതിയല്ലോ √GR എന്നുള്ള ഇക്വേഷൻ. അതിനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. √GR²/RE+h എന്നുള്ള ഇക്വേഷൻ എടുത്തു. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ടൈം പീരീഡ് എന്താ കിട്ടുന്നത് നോക്കൂ. 2.√R/g. RE എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ എർത്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈം പീരീഡിൻ്റെ ഒക്കെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അടുത്തത് ബി പാർട്ട് എന്താണ്? റൈറ്റ് 1 യൂസ് ഈച്ച് ഫോർ ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ്. നിങ്ങൾക്ക് ജിയോ സ്റ്റേഷനറി പോളാർ സാറ്റലൈറ്റ്സ് ചിലർ പറയുന്നുണ്ട് ഡിലീറ്റഡ് ആണെന്ന്. പക്ഷെ ഒന്ന് പഠിച്ച് വെക്കുക. എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പോളാർ സാറ്റലൈറ്റ്സ് പൊതുവേ വെതർ ഫോർകാസ്റ്റിങ്ങിനും അതുപോലെ തന്നെ സ്പൈ വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആർമീസൊക്കെ ഡിഫൻസൊക്കെ യൂസ് ചെയ്യുന്നത്. പോളാർ സാറ്റലൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എനിമീസിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്നതും സ്പൈ വർക്കിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോളാർ സാറ്റലൈറ്റ്സാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി മോഡൽ 2023 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ എസ്കേപ്പ് സ്പീഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ഇസ് 11.2 km/s അല്ലേ. ഇനി മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് G. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? V ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ആണ്. ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, ഇവിടെ ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സ്മോൾ g ആണ്. ഇത് സ്മോൾ g ആണ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി വരിക. ഓക്കെ, സ്മോൾ g. ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇങ്ങനത്തെയൊക്കെ വരാൻ ചാൻസ് കുറവാണ്. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നതാണ് 2023 എന്ന് വെച്ചാൽ ഇപ്പോൾ +2 എഴുതിയ കുട്ടികളുടെ +1 മോഡൽ എക്സാമിനേഷൻ. Acceleration due to gravity changes with the depth. Derive the expression for acceleration due to gravity at the depth from the surface of the earth. വീണ്ടും, what is the value of acceleration due to gravity at the depth to 50 km from the surface of earth? 6,400. where radius is 6,400 km. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇവിടെ. G' = G × 1 - D/R അല്ലേ. ഇവിടെ ഡിക്ക് പകരം എന്ത് കൊടുക്കുക? 250 km കൊടുത്താൽ മതി. ബാക്കി ഒന്നും ചെയ്യാനില്ല. സംഭവം വാല്യൂ കിട്ടും. ഉണ്ടോ? ഇത്രേ ചെയ്യാനുള്ളൂ. സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ, 9.8 ആണ് ശരിക്കും ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷേ 250 km താഴേക്ക് പോയി കഴിഞ്ഞാൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞല്ലേ. 9.42 m/s² എന്ന് കിട്ടി. ഇനി കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കൺസിഡർ എ പ്ലാനറ്റ് മൂവിംഗ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൗണ്ട് ദ സൺ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇഫ് T1 and T2 be the time taken by the planet to go from P1 to P2 and from P3 to P4 respectively, the two shaded parts have equal area. Then ഇവിടെ നമ്മൾ ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് P3യിൽ നിന്നും P4ലേക്ക് പോകാൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് പ്ലാനറ്റ് P1ൽ നിന്നും P2ലേക്ക് പോകാനും എടുക്കുന്നത്. കാരണം ഇവിടുത്തെ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? T1 = T2 ആണ് ആൻസർ വരുന്നത്. സ്റ്റേറ്റ് ദ ലോ വിച്ച് എക്സ്പ്ലെയിൻസ് ദ അബോവ് കേസ്. ഏതാണ്? ലോ ഓഫ് ഏരിയ. ഓക്കെ, കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. ഇഫ് ദ പ്രൊജക്റ്റഡ് ഇസ് വിത്ത് ദ വെർട്ടിക്കൽ, ദ എസ്കേപ്പ് വെലോസിറ്റി വിൽ ബി. എങ്ങനെ എറിഞ്ഞാലും എസ്കേപ്പ് വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും എറിഞ്ഞോട്ടെ, ആക്സിലറേഷൻ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. 11.2 km/s തന്നെയായിരിക്കും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി. ദ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. വൈ? എസ്കേപ്പ് വെലോസിറ്റി ഡെറിവേഷൻ എന്തായാലും പഠിക്കണം കേട്ടോ. മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. വൈ? എന്തുകൊണ്ടാണ് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്? മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി വളരെ കുറവാണ്. 2.37 km/s ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയർ പാർട്ടിക്കിൾസൊക്കെ ഈ വെലോസിറ്റി അങ്ങ് അക്വയർ ചെയ്തിട്ട് അവരങ്ങ് എസ്കേപ്പായി പോവും.
അപ്പോൾ അവിടെ എന്തില്ല, അറ്റ്മോസ്ഫിയർ ഉണ്ടാവത്തില്ല. എല്ലാ എയർ പാർട്ടിക്കിൾസും ഇത് 2.37 km/s എന്ന് പറയുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ലാത്തതായിരിക്കും. അപ്പോൾ അവരങ്ങ് എസ്കേപ്പായി പോകും അല്ലേ, അത്രയും ചെറിയ വെലോസിറ്റി അല്ലേ, അതാണ്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ബോർഡ് വരെയുള്ളത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ, അതായത് +1 ഇപ്പോൾ കഴിഞ്ഞ +2 കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ ടോപ്പിക്കായിട്ടുള്ളത്, അതായത് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഗ്രാവിറ്റേഷനിൽ നിന്ന് മെയിനായിട്ട് പഠിക്കേണ്ടത് അറ്റ് എ ഡെപ്ത്ത്, അറ്റ് എ ഹൈറ്റ്, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, പിന്നെ ഡെപ്തിൻ്റെ ഹൈറ്റിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷനിൽ മെയിനായിട്ട് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഈ ചോദ്യപേപ്പർ കണ്ടപ്പോൾ മനസ്സിലായി അല്ലേ. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് തന്നെ ഇപ്രാവശ്യം വരും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല പോസിറ്റീവായിട്ട് നമുക്ക് പ്രതീക്ഷിച്ചിട്ട് പോവാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള PYQs ഒക്കെ ചെയ്യണ്ടേ അല്ലേ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ചെയ്യണം, ന്യൂമറിക്കൽസ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒന്നും കൂടെ പഠിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.